ഓ രാമായണത്തിൻ്റെ കീർത്തിസ്തംഭങ്ങൾ ഭാഗം 22. സുകൃതികളായ സുമഹാത്മാക്കളെ വന്ദേ മാതരം. ഇന്ന് നമ്മളുടെ മനന വിഷയം രാമ സുഗ്രീവ സഖ്യമാണ്. ഭക്ത ശബരിയുടെ നിർദ്ദേശമനുസരിച്ച് തെക്കോട്ട് നീങ്ങിയ രാമലക്ഷ്മണന്മാരെ ഋഷ്യമൂകാദ്രിയിൽ അധിവസിക്കുന്ന സുഗ്രീവൻ കണ്ടു. ബാലിയുടെ അനുയായികളായിരിക്കുമോ എന്ന് കരുതി ഭയാക്രാന്തനായി തൻ്റെ മന്ത്രി ഹനുമാനെ അവരാരെന്നറിഞ്ഞ് വരുവാൻ നിയോഗിച്ചു. ചാപ ബാണങ്ങളേന്തിയ തേജസ്വികളായ ആ 2 കുമാരന്മാരെ ബ്രാഹ്മണ വേഷത്തിൽ സമീപിച്ച ഹനുമാൻ തൊഴുത് അവരാരെന്ന് ഔത്സുക്യത്തോട് ചോദിച്ചു. ദശരഥ നന്ദനന്മാരാണ് ഞങ്ങൾ, രാമലക്ഷ്മണന്മാർ. പിതൃസത്യപാലനത്തിനായി വനവാസമനുഷ്ഠിക്കുന്നു. ജനകാത്മജയും എൻ്റെ പത്നിയുമായ സീത ഞങ്ങളോടൊത്ത് വനവാസം സ്വീകരിച്ചു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ പഞ്ചവടിയിൽ വെച്ച് ഒരു രാക്ഷസൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി. സീതയെ അന്വേഷിച്ച് ഞങ്ങൾ ഇവിടം വരെ എത്തി എന്ന് കേട്ടപ്പോൾ തൻ്റെ ഇഷ്ടദേവനായ രാമചന്ദ്രനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് ഹനുമാന് മനസ്സിലായി. ആ ഭക്തൻ സ്തുതി ഗീതങ്ങൾ അർപ്പിച്ചു. ഭക്തി പാരവശ്യത്തോടെ പാദങ്ങൾ മുറുകെ പിടിച്ച് പ്രണാമം അർപ്പിച്ചു. തനിക്ക് ഏറ്റവും പ്രിയഭക്തനും വിശ്വസ്തനുമായ മറ്റൊരു ലക്ഷ്മണനായിരിക്കുക എന്ന് രാമൻ ആഞ്ജനേയനെ അനുഗ്രഹിച്ചു പറഞ്ഞു. ഇത് കേട്ടിട്ട് ഹനുമാൻ രാമപാദങ്ങളിൽ വീണ്ടും വിനയപൂർവ്വം വണങ്ങി തൊഴുതു. മാരുതിയുടെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ ഇറ്റിറ്റു വീണു. സുഗ്രീവനുമായുള്ള സഖ്യം സീതാന്വേഷണത്തിന് സഹായകമായി തീരും എന്ന് ഹനുമാൻ്റെ ദൃഢസ്വരത്തിലുള്ള അഭിപ്രായം രാമൻ ലക്ഷ്മണന്മാരെ സന്തുഷ്ടരാക്കി. രാമദർശന സ്പർശനാദികളാൽ അനുഗ്രഹീതനായ ഹനുമാനും സ്വാമിയുടെ വിശ്വാസപാത്രമായി തീർന്നു. അതീവ സന്തുഷ്ടിയോടെ രാമനോട് സീതാമോചനമാർഗം ഈ വിധം ധരിപ്പിച്ചു. ജ്യേഷ്ഠൻ ബാലിയാൽ ബഹിഷ്കൃതനായ സുഗ്രീവന് സംരക്ഷണവും സമാധാനവും നൽകുന്നതായാൽ സീതാമോചനത്തിന് സർവവിധ സഹായവും ലഭിക്കും. ഭക്തൻ്റെ സ്നേഹസാന്ദ്രമായ ഈ വാക്കുകൾ കേട്ട് രാമന് ഹനുമാൻ തനിക്ക്
ആപത്ത് കാലത്ത് കിട്ടിയ ഒരു സുഹൃത്താണെന്ന് ഉറപ്പിച്ചു വിശ്വസിച്ചു. വിശ്വസ്ത സേവകനായി താൻ എന്നും വർത്തിക്കുമെന്ന് ഗദ്ഗദസ്വരത്തോടെ പറഞ്ഞ് ഹനുമാൻ രാമപാദങ്ങളിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. അശ്രുപൂർണ ദൃഷ്ടികളോടെയാണ് രാമൻ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭക്തനെ മാറോടണച്ചത്. സുഗ്രീവ സഖ്യത്തിലൂടെ സീതാമോചനം സാധ്യമാകുമെന്ന ശബരി നിർദ്ദേശവും ശ്രീരാമന് പെട്ടെന്ന് ഓർമ്മ വന്നു. ത്യാഗിയായ ഭരതൻ, സേവനനിരതനായ ലക്ഷ്മണൻ, സ്നേഹസമ്പന്നനായ ശത്രുഘ്നൻ, ഭക്തശിരോമണിയായ ഹനുമാൻ, സംശുദ്ധയായ സീത എന്നീ പുണ്യാത്മാക്കളെല്ലാം ഹൈന്ദവ ഹൃദയങ്ങളിൽ മാത്രമല്ല ഭാരതീയ സാംസ്കാരിക നഭസ്സിലും ഇന്നും വിരാജിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹനുമാൻ കുമാരന്മാരെ തോളിലേറ്റി പർവ്വതമുകളിൽ വസിക്കുന്ന സുഗ്രീവ സമീപത്തിൽ എത്തിക്കുന്നു. രാമദർശനത്താൽ ധന്യനായ സുഗ്രീവനും രാമാദികളെ വന്ദിച്ച് സത്കരിച്ചതിന് ശേഷം തൻ്റെ കഥനകഥ അറിയിച്ചു. ജ്യേഷ്ഠനാൽ ബഹിഷ്കൃതനായി ഈ മലമുകളിൽ ജീവിക്കേണ്ടി വന്നിരിക്കുന്നത് ദുർവിധി മാത്രമാണ്. ഒരിക്കൽ ബാലസുഗ്രീവന്മാർ രാക്ഷസനായ മായാവിയെ എതിരിട്ട് പിന്തുടർന്നു. മായാവി ഒരു ഗുഹയിൽ ഒളിച്ചു. ബാലി അസുരനെ നിഗ്രഹിക്കുന്നതിനായി ഗുഹയിൽ പ്രവേശിച്ചു. അതിനു മുൻപ് സുഗ്രീവനോട് ഗുഹാമുഖത്ത് കാവൽ നിൽക്കാനും അവിടെ ക്ഷീരം വന്നാൽ താൻ അസുരനെ നിഗ്രഹിച്ച് മടങ്ങി വരുമെന്നും അതല്ല ചോര വന്നാൽ താൻ മരിച്ചുവെന്ന് കരുതി ഗുഹ കല്ലുകൊണ്ടടച്ച് മടങ്ങി പൊയ്ക്കൊള്ളാനും നിർദ്ദേശിച്ചു. ഗുഹയിൽ നടന്ന യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ മരിച്ചത് അസുരനാണെങ്കിലും അവൻ്റെ മായാവിദ്യയാൽ രക്തമാണ് ഗുഹാമുഖത്ത് കാണപ്പെട്ടത്. അതിനാൽ സുഗ്രീവൻ ജ്യേഷ്ഠൻ ആജ്ഞാപിച്ചതുപോലെ ഗുഹാമുഖം കല്ലുകൊണ്ട് ശക്തിയായി അടച്ച് കിഷ്കിന്ധയിലേക്ക് മടങ്ങി. വിവരങ്ങളെല്ലാം അറിഞ്ഞ് മന്ത്രിമാർ സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കി. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ബാലി മായാവിയെ കൊന്ന് തിരിച്ചെത്തി. സുഗ്രീവൻ തന്നെ ചതിച്ചു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ബാലി സുഗ്രീവനെ സിംഹാസനത്തിൽ നിന്നും ആട്ടി ഓടിച്ചു. ഭയചകിതനായിട്ട് അന്നു മുതൽ സുഗ്രീവൻ ഈ ഋഷിമുഖാചലത്തിൽ അഭയം പ്രാപിച്ച് ഒളിച്ച് കഴിയുകയാണ്. ഈ പർവ്വതത്തിൽ മതംഗ മഹർഷിയുടെ ശാപത്താൽ ബാലി വരികയില്ല. അതിന് കാരണവുമുണ്ട്. ഒരിക്കൽ ബാലി
ദുന്ദുഭി എന്ന അസുരനെ വധിച്ച് അവൻ്റെ ശിരസ് എടുത്തെറിഞ്ഞു. അപ്പോൾ അതിൽ നിന്നും ഇറ്റുവീണ രക്തത്തുള്ളികൾ ഋഷ്യമൂകാദ്രിയിലെ മതങ്കാശ്രമത്തിൽ വീണ് അശുദ്ധമായി. കോപിഷ്ഠനായ മഹർഷി ബാലി ആ പർവ്വതത്തിൽ പ്രവേശിച്ചാൽ അവൻ്റെ ശിരസ് പൊട്ടിത്തെറിക്കട്ടെ എന്ന് കഠിനമായി ശപിച്ചു. ആ ശാപം വാർത്ത അറിഞ്ഞത് മുതൽ ബാലി ഋഷിമൂകാചലത്തിൽ കയറാറില്ല. അതുകൊണ്ടാണ് താൻ 4 മന്ത്രിമാരോടുകൂടി ഇവിടെ വന്ന് താമസമാക്കിയതെന്ന് സുഗ്രീവൻ ശ്രീരാമനെ ധരിപ്പിച്ചു. രാജ്യവും ഭാര്യയും നഷ്ടപ്പെട്ട് ഹതഭാഗ്യനായി തീർന്ന സുഗ്രീവനോട് കാരുണ്യവും ബാലിയോട് അമർഷവും രാമന് തോന്നി. സുഗ്രീവന് രാജ്യവും ഭാര്യയും തിരിച്ച് നേടിക്കൊടുക്കാമെന്നുള്ള വാഗ്ദാനം സുഗ്രീവനെ ഹർഷപുളകിതനാക്കി. ഹനുമാൻ അഗ്നിയെ സാക്ഷിയാക്കി സൂര്യവംശജനായ രാമനെയും സൂര്യപുത്രനായ സുഗ്രീവനെയും പരസ്പരം സഹായിച്ചു കൊള്ളാമെന്ന് സത്യം ചെയ്യിപ്പിച്ചു. ആത്മഭാവങ്ങളെ ഇന്നത്തെ സത്സംഗം ഇവിടെ ഉപസംഹരിക്കാം. സ്വസ്ത്യസ്തു ശുഭമസ്തു സന്തു മംഗളശതാനി.